എന്താണ് ട്രെയിലറിൽ പറയുന്നത്? ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് അട്ടിച്ച് കയറ്റുന്നു. വല്ല മലയാളി പെൺകുട്ടിയാണ് ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ആ ടേക്ക് കഴിയുമ്പോഴേക്കും ആ മലയാളി പെൺകുട്ടി പറയും, സംവിധായകനോട് പറയും, ആ ബീഫ് കളയരുത് കേട്ടാ, അതിന് കൂട്ടി പൊറോട്ട കൊണ്ട് കുട്ടി എനിക്ക് തന്നേക്കുന്നു. അങ്ങനെയുള്ള കൗണ്ടറുകൾ കാണുന്നുണ്ട്. ഉടനെ ഇതിന്റെ വിശദീകരണം ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ഇതുപോലുള്ള സംഭവം നടന്നിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനാണോ ഇത് കേരളത്തിന്റെ പേരിടുന്നത്? ഹായ്, നമസ്കാരം. ഡൽഹിയിൽ നിന്നൊക്കെ മുതിർന്ന മാധ്യമപ്രവർത്തകർ വിളിച്ചു വരികയാണ്. കേരള സ്റ്റോറി 2-നെ കുറിച്ച് എന്താ അഭിപ്രായം? അത് നിരോധിക്കുമോ? എനിക്ക് സത്യം പറഞ്ഞ തമാശ തോന്നുന്നു. ഇതുപോലുള്ളൊരു ആഭാസം ഒരു സിനിമയാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഈ BJP-ക്കാർക്ക് കഴിയുന്നുണ്ടല്ലോ. കേരള സ്റ്റോറി 1 വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സെപ്റ്റിക് ടാങ്ക് ഇട്ടുന്ന പടമാണ്. കേരളത്തിലെ തിയേറ്ററിലൊക്കെ അത് കളിച്ചു. ഒരു പൂച്ചക്കുഞ്ഞ് പോലും ആ വഴിക്ക് പോയില്ല. കുറച്ച് BJP-ക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പ്രധാനമന്ത്രി അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നു. കേരള സ്റ്റോറി 1 കാണണം, ഇത് മിത്രവും കേരള സ്റ്റോറി 1 കാണണം അദ്ദേഹം പറഞ്ഞു. ഇനി കേരള സ്റ്റോറി 2-ന്റെയും അംബാസഡറായിട്ട് അദ്ദേഹം വരട്ടെ. ഒരു മതവിഭാഗത്തെ അപമാനിക്കാൻ, ഒരു സംസ്ഥാനത്തെ അവഹേളിക്കാൻ വേണ്ടി ഇതുപോലെ കളവുമായിട്ട് ഈ പ്രചരണ സിനിമ മുമ്പോട്ട് കൊണ്ടുവന്നാൽ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, വലിയൊരു കോമഡിക്കുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സിനിമയ്ക്കെതിരെ വരുന്ന ഉള്ളടക്കങ്ങാൻ ഈ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറും മനസ്സിരുത്തി കണ്ടാൽ, എൻ്റെ പൊന്നെ, അവർ ഗംഗയിൽ ചാടിയിട്ട് മുങ്ങിച്ചാകും. അല്പ ഉളുപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കില്ല. ഓഹ്, എന്താണ് ട്രെയിലറിൽ പറയുന്നത്? ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് അട്ടിച്ച് കയറ്റുന്നു. വല്ല മലയാളി പെൺകുട്ടിയാണ് ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ആ ടേക്ക് കഴിയുമ്പോഴേക്കും ആ മലയാളി പെൺകുട്ടി പറയും, സംവിധായകനോട് പറയും, ആ ബീഫ് കളയരുത് കേട്ടാ, അതിന് കൂട്ടി പൊറോട്ട കൊണ്ട് കുട്ടി എനിക്ക് തന്നേക്കുന്നു. അങ്ങനെയുള്ള കൗണ്ടറുകൾ കാണുന്നുണ്ട്. ഉടനെ ഇതിന്റെ വിശദീകരണം ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ഇതുപോലുള്ള സംഭവം നടന്നിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനാണോ ഇത് കേരളത്തിന്റെ പേരിടുന്നത്? എന്തിനാ കേരളത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്? ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സാമൂഹ്യ മൂലധനമുണ്ട്. ആ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോൾ ചേർന്ന് ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ്, മതസൗഹാർദ്ദം ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ പോയിരുന്നു. ഒരു പാവപ്പെട്ട മുസ്ലിം കച്ചവടക്കാരനെ ബജ്രംഗ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ രക്ഷയ്ക്ക് വന്നത് ഒരു ഹിന്ദു യുവാവാണ്, ദീപക് കുമാർ. അദ്ദേഹം മുഹമ്മദ് ദീപക് എന്ന് പേരിട്ടു. നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ദീപക് കുമാറിനെ വെച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചൊരു സിനിമ എടുക്കുക. അല്പമെങ്കിലും ആത്മാർത്ഥത നിങ്ങൾ ചെയ്യുന്നതിനോടുണ്ടെങ്കിൽ, എനിക്ക് ഈ സംവിധായകനോട് പറയാനുള്ളത്, ഉത്തർപ്രദേശിലെ ഉന്നാവയിൽ ഒരു BJP MLA ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. എടുക്കടോ സിനിമ പോയിട്ട് അവിടെ പോയിട്ട് അതിന് പകരം ഞങ്ങളുടെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാണ്? ഇത് നിങ്ങൾ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ BJP-ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നു? ഒന്നാമത്തെ കാര്യം, BJP-യുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കിട്ടിയാൽ, കണ്ണ് തെറ്റിയാൽ ബീഫും പൊറോട്ടയും കഴിക്കുന്ന ആൾക്കാരാണ്. പുറത്തേക്ക് പറയുമെന്ന് എനിക്കറിയില്ല, പുറത്തേക്ക് വേറെ വല്ല പേരിലായിരിക്കും അതറിയപ്പെടുക. അതുകൊണ്ട് മലയാളിയെ കബളിപ്പിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ഇമാതിരി നമ്പറുമായിട്ടൊക്കെ വന്നാൽ അതൊന്നും ചിലവാകില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഏറെ രസകരമായി എനിക്ക് തോന്നിയതാണ്. ഒരു സിനിമയുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട്, പേരുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. ഗൂസ്കർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവായിട്ടുള്ള പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയെ ബന്ധപ്പെട്ടതാണ്. ഉടനെ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? വൈ ഷുഡ് യു ഡെനിഗ്രേറ്റ് എ സെക്ഷൻ ഓഫ് സൊസൈറ്റി? ഒരു വിഭാഗത്തെ എന്തിനാണ് ഇങ്ങനെ അവഹേളിക്കുന്നത്? ഇത് മൊറാലിറ്റിക്കും പബ്ലിക് ഓർഡറിനും എതിരാണ്. നിങ്ങൾ ഈ സിനിമയുടെ തലക്കെട്ട് മാറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ സിനിമ കാണിക്കാൻ അനുവദിക്കില്ല എന്ന്. എന്റെ സുപ്രീം കോടതി കേരളത്തെ ഇങ്ങനെ മൊത്തത്തിൽ അപമാനിക്കാൻ വേണ്ടി ഇമാതിരി സിനിമയുമായിട്ട് വരുമ്പോൾ അതിന് തപ്പുപാടുന്ന സെൻസർ ബോർഡിനെയും കേന്ദ്ര ഭരണകക്ഷിയൊന്നും നിങ്ങൾ കാണുന്നില്ലേ? പേടിക്കണ്ട, ഞങ്ങൾ ഇത് നിരോധിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി നിരോധിക്കണ്ട. ഇത് കാണട്ടെ എന്ന് ജനങ്ങൾ, ഇവർ കുറേയും കൂടി അവഹേളിതരാകട്ടെ.